ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ നിന്ന്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ആദ്യവും ഞാൻ വിചാരിച്ചു ഇന്ന് വേണ്ട, ശോകമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങ് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടൻ്റ് ആക്കാം, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. വെള്ളം കുടിച്ചതിന് ശേഷമേ ഞാൻ ബാക്കി എന്ത് കാര്യത്തിലോട്ടും പോവുള്ളൂ, കാരണം നമുക്ക് ഏറ്റവും ആവശ്യമാണല്ലോ ഹൈഡ്രേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് വെള്ളം കുടിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യും. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ സ്കിൻ കെയർ ചെയ്യില്ല കേട്ടോ. സ്കിൻ കെയർ മീൻസ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും ഇടാറില്ല. ഞാൻ നേരെ ചായ കുടിക്കാറാണ് പതിവ് കേട്ടോ. എന്നും രാവിലെ എഴുന്നേറ്റ് ഈ ഒരു ഡെയിലി റുട്ടീൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചായ കുടിക്കും, നല്ല ചൂടോടെ എനിക്ക് ചായ കുടിക്കണം. പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചൂട് ചായയാണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫുഡിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ ഫേവറേറ്റ് സാധനമാണുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പവും ചിക്കൻ കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ല ചൂടോടെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെ ചൂട് പ്രിഫർ ചെയ്യുന്ന ആളല്ല, പക്ഷേ നല്ല തണുപ്പൊക്കെയുള്ള ദിവസമാണെങ്കിൽ എനിക്കെല്ലാം നല്ല ചൂടോടെ കിട്ടുന്നതാണ് ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചൂടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ തണുപ്പുള്ള ഡേ ആണെങ്കിൽ എനിക്ക് നല്ല ചൂടോടെ തന്നെ എന്തും കഴിക്കാൻ വേണം. പിന്നെ അതാ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഞാനാണ് ഈ വീട്ടിലെ കഴുകുകാരി. അപ്പോൾ ഞാൻ എല്ലാ പാത്രവും കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ സ്ഥിരം റുട്ടീൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഓയിൽ ഇടും. ഡെയിലി ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ ചെയ്യാൻ വേണ്ടി, കാരണം എൻ്റെ ഹെയർ കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ ഉരുക്കെണ്ണ എന്ന് പറയും. അപ്പോൾ ഇത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. നോർമൽ ഓയിൽ, കോക്കനട്ട് ഓയിൽ തന്നെ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് വാവയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, അവളുടെ സ്കിന്നിലൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓസിനെടുത്ത് എൻ്റെ ഹെയറിൽ കൂടെ യൂസ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ ഒരു ഓയിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുത്ത് കെട്ടി വെക്കാറാണ് പതിവ്. അപ്പം ഈ ഓയിലല്ല എന്നും ഞാൻ ഡെയിലി ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ ഹെയർ കെട്ടി വെക്കാറുണ്ട്. ഇപ്പം എപ്പോഴാണ് ഞാൻ കുളിക്കുന്നത് അതേ സമയം വരെ ഞാൻ തല ടൈ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഫേസ് മസാജ് ചെയ്യുന്ന ഒരു ഓയിൽ അതും വാവയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ ഇപ്പം എല്ലാം ഞാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അവൾക്കും യൂസ് ചെയ്യും, എനിക്കും യൂസ് ചെയ്യും. അപ്പം ആ ഒരു ഓയിലാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഓൾറെഡി കാണിച്ച ഓയിൽ തന്നെയാണ്. നാൽപ്പാമരാതി ഓയിലാണ് കേട്ടോ. എൻ്റെ പേരെനിക്ക് എപ്പോഴും ക്ലിയറായിട്ട് വായിൽ വരില്ല. ഇപ്പോൾ എന്താ ക്ലിയറായിട്ട് ഭാഗ്യത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലാണ്, ഇതിൽ മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കോക്കനട്ട് ഓയിലിൽ തന്നെയാണ് ഇവരെന്തൊക്കെയോ ചെയ്തേക്കുന്നതാണ്, എനിക്കതറിയില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയങ്കര ഡ്രൈ ആവുന്നൊരു സ്കിന്നായിരുന്നു എൻ്റെ. അപ്പം കുറച്ച് ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഫേസിലിട്ടേക്കുമ്പം. ഭയങ്കര വെയിറ്റൊന്നും തോന്നാതെ നമുക്ക് കുറേ നേരമൊക്കെ ഇട്ടേക്കാൻ തോന്നും കേട്ടോ. പിന്നെ കണ്ണിൻ്റെ ഭാഗത്തൊന്നും വീഴാതെ സൂക്ഷിക്കുക. കണ്ണിൻ്റെ ഭാഗത്ത് വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കണ്ണിങ്ങനെ നീറി ഇരിക്കും. പിന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാതെ വേറെ കുറേ നേരം നമുക്ക് ഇട്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ നൈറ്റാണ് ഈ സാധനം യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനത് കാണിക്കില്ല. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ ഫ്രീസറിൽ വെക്കുന്ന സാധനമില്ലേ, എൻ്റെ പേരെന്താ, ഐസ് ട്രേ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതിനുശേഷം ഞാൻ നമ്മുടെ പാലില്ലേ, സാധാരണ നമ്മുടെ പശുവിൻ്റെ പാൽ എടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒഴിക്കുക. അത് ഫുള്ള് ഞാൻ ഒഴിക്കില്ല, ഫുള്ളും പാൽ മാത്രമല്ല ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം സാധാരണ നമ്മുടെ നോർമൽ നല്ല വാട്ടർ എടുത്ത് അതിലൊഴിക്കുക, ഫ്രീസ് ചെയ്യുക. നൈറ്റ് കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പേ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഐസ് യൂസ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാവയ്ക്കുള്ള കൂരവാണ് കേട്ടോ. കൂരവ് കാച്ചുന്നതാണ്. അപ്പോൾ അത് കാച്ചിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാനുള്ള ടൈമായി വരുന്നുണ്ട്. അതുകൊണ്ട് വാവ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ. സോ അവളിപ്പോൾ ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ കൂരവ് കാച്ചിയതിന് ശേഷം
എൻ്റെ ഫേസിൽ അതേ കുരവ് പൊടിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് തൈര് യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും യൂസ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പാക്കില്ലേ, ആ ഒരു പാക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കുക കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി ഗായ്സ്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണെന്നറിയില്ല, കുറച്ച് വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവാതെ ഒരുപാട് നേരം വെച്ചിട്ടും ഡ്രൈ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ അതാ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ വെച്ചിരുന്നാൽ മതി. പക്ഷേ ഞാൻ 15 മിനിറ്റ്സ് തൊട്ട് 20 മിനിറ്റ്സ് വരെ വെച്ചിട്ടും എൻ്റെ ഫേസ് ഡ്രൈ ആവുന്നില്ലായിരുന്നു. കാരണം ഇത് കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിപ്പോയി, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ ഒരു ചേഞ്ച് എന്താണെന്ന്. നല്ലതാണ്, വളരെ നല്ലൊരു പാക്കാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ വേറെ ഏതോ വീഡിയോസിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുള്ളതാണ്. സോ ഇത് ഞാൻ ഡെയിലി ചെയ്യാറില്ല, വൺസ് ഇൻ എ വീക്ക് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ സാധാരണ നമ്മുടെ നോർമൽ സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ചെയ്യാത്തത് ഇതുകൊണ്ടാണ്. കാരണം അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതൊരു ഇൻ ഷേപ്പിൻ്റെ ബെൽറ്റാണ്. പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇന്ന്, ചിക്കൻ കറിയും ബിരിയാണിയും അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇരുട്ട്, ഭയങ്കര ഇരുട്ടാണ്, നല്ല മഴ ഇരുട്ടാണ്. അതാണ് ഞാൻ ഫ്ലാഷ് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ പായസവും എരിയും മധുരമൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷമാണ് വാവയെ കുളിപ്പിച്ചത്. ആ സമയത്താണ് അവൾ എഴുന്നേറ്റത്. പിന്നെ അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റ്, പുറത്ത് നല്ല കാറ്റായിരുന്നു, ഭയങ്കര കാറ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ക്ലൈമറ്റാണ് കേട്ടോ, നല്ല ഫീൽ ഗുഡ് ക്ലൈമറ്റാണ് റെയിനി സീസൺ എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നെയിൽ പോളിഷ് ഇടാമെന്ന്. കയ്യിൽ നെയിൽ പോളിഷൊക്കെ ഇളകിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ്, തീർന്നു കേട്ടോ, നല്ല കഴിഞ്ഞു സാധനം. ഇനി ഒരു എണ്ണം കൂടെ വാങ്ങണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഉറക്കമാണ്. കാരണം നല്ല മഴയാണ് പുറത്ത്, നല്ലൊരു ഉറക്കം പാസ്സാകും കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വേറെ പരിപാടീസ് ഒന്നും ഇന്ന് ചെയ്തിട്ടില്ല. ഉറക്കം കഴിഞ്ഞാൽ ഇനി ചായ കൂടി, അതോടെ കഴിഞ്ഞു. പിന്നെ നൈറ്റായി, പിന്നെ ഡിന്നർ കഴിക്കുക, ഉറങ്ങുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.